ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2010 പുറത്തിറങ്ങിയ ഇഷ്കിയ എന്ന ഹിന്ദി മൂവിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു മൂവിന്റെ കഥ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ നമ്മുടെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ തുടക്കത്തിൽ കൃഷ്ണ എന്ന് പറയുന്ന നമ്മുടെ നായികനെ കാണിക്കുന്നു. അവളിപ്പോ അങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങുവാണ്. ഈ സമയം അവളുടെ ഭർത്താവ് അവിടേക്ക് വരുന്നു. എന്നിട്ട് അവൾക്കൊരു ചെയിൻ കൊടുക്കുവാണ്. എന്നിട്ട് അവളുടെ കൂടെ കിടന്ന് അവളോട് റൊമാൻസ് എല്ലാം ചെയ്യുന്നു. ഇവളുടെ ഭർത്താവ് വല്ലപ്പോഴൊക്കെ വീട്ടിലേക്ക് വരാറുള്ളൂ. കാരണം അയാൾ ഇല്ലീഗലായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താണ് ജീവിക്കുന്നത്. ഇയാളുടെ പേര് വർമ്മ എന്നാണ്. അങ്ങനെ ഇപ്പൊ അയാൾ കൊടുത്ത ചെയിൻ നായിക അയാളുടെ കഴുത്തിൽ തന്നെ ഇടുന്നു. എന്നിട്ട് പറയുകയാണ്, ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഈ ഇല്ലീഗൽ ആക്ടിവിറ്റി ഒക്കെ നിർത്തിവെച്ചിട്ട് ഒന്ന് നന്നാവാൻ നോക്കാൻ. ഇത് കേൾക്കുന്ന വർമ്മയാണെങ്കിൽ എനിക്ക് ആഗ്രഹമില്ലാണ്ടല്ല, പക്ഷെ സാഹചര്യം അനുവദിക്കുന്നില്ല. ഒരു അവസരം കിട്ടിയിട്ട് ഞാൻ എന്തായാലും മാറിക്കോളാന്നൊക്കെ ഈ സമയത്ത് അയാൾ പറയുന്നു. അതായത് അധികം നേരം അയാൾക്ക് നായികന്റെ ഇവിടെ നിൽക്കാനും കഴിയില്ല. എന്തൊക്കെ ഡീലിംഗ്സ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോകണമെന്ന് പറയുന്നു. എന്തായാലും നിങ്ങൾ നിൽക്ക്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം. എന്നിട്ട് കഴിച്ചിട്ട് പോവാന്നും പറഞ്ഞ് നായിക നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അയാൾക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. എന്നാൽ ഈ സമയത്ത് ഗ്യാസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അടുപ്പിലെ തീ കത്തിച്ചാണ് അവൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി ഭർത്താവിന് കൊടുക്കുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായിക വീണ്ടും നേരത്തെ പറഞ്ഞ ആ കാര്യം പറയുകയാണ്. അതായത് ഈ ലീഗൽ ആക്ടിവിറ്റി എല്ലാം നിർത്തി ഒന്ന് നന്നാവുന്ന ആ കാര്യം. അപ്പൊ അയാൾ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ഒരു അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ മാറിക്കോളാം. ശരി, ഇനി നിന്ന സമയം പോവും, ഞാൻ ഇറങ്ങുവാണെന്നൊക്കെ പറഞ്ഞ ഈ സമയത്ത് അവളെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് അയാൾ ഇറങ്ങാൻ തുടങ്ങുന്നു. ഭർത്താവ് അങ്ങനെ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ആരതി ഒഴിയുന്ന ഒരു ശീലം അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിൽക്ക്, ഞാൻ ആരതി എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അവൾ അത് എടുത്തോണ്ട് പുറത്തേക്ക് വരുന്നു. ഇതേ സമയം തന്നെ അവിടെ ഒരു ഫയർ ആക്സിഡന്റ് നടക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈ സമയം അവിടെ എന്താ നടന്നതെന്ന് അറിയത്തില്ല. അതൊരു സസ്പെൻസ് ആക്കി കാണിച്ചുകൊണ്ടാണ് മൂവിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അടുത്ത സീനിലെ ഗാലു ഹുസൈൻ എന്ന് പറയുന്ന രണ്ടാൾക്കാരെ കാണിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഈ മൂവിയിലെ പ്രധാന ക്യാരക്ടേഴ്സ് ആണ്. അവരൊരു വലിയ ഡോണിന്റെ കീഴിൽ ഗുണ്ടകളായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് ബോസിനെ പറ്റിച്ച് അയാളുടെ കുറച്ച് പൈസ തട്ടി ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ബോസ് പുറകെ വരില്ല, പിടിക്കില്ല എന്നൊക്കെയായിരുന്നു അവരുടെ പ്രതീക്ഷ. എന്നാൽ ബോസ് കറക്റ്റ് ആയിട്ട് അവരുടെ സ്ഥലം എല്ലാം കണ്ടെത്തി ഇവിടേക്ക് എത്തിയിട്ട് അവരെ പിടിച്ചിരിക്കുകയാണ്. എന്ത് ധൈര്യം കേട്ടടാ എന്റെ കൂടെ നിന്നിട്ട് എന്റെ പണം തന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് നിങ്ങൾ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് ഈ നിമിഷം തന്നെ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കൊല്ലുവാണെന്നൊക്കെ ഈ സമയത്ത് ബോസ് പറയുന്നു. ഇത് കേൾക്കുന്ന അവർ രണ്ടുപേരും പൊന്നു സാറേ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ കാല് പിടിക്കുന്നു. എന്നാൽ ബോസ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. കൂടെയുള്ള ആൾക്കാരോട് പെട്ടെന്ന് ഒരു കുഴി തോണ്ടാൻ പറയുകയാണ്. അങ്ങനെ ഇപ്പൊ അവർ കുഴി തോണ്ടി കഴിയുമ്പോൾ അതിലേക്ക് അവരോട് രണ്ടുപേരോട് ഇറങ്ങിയിരിക്കാൻ പറയുന്നു. അങ്ങനെ അവരത് ചെയ്യുവാണ്. ഈ സമയത്ത് അയാൾ അവരെ കൊല്ലാൻ വേണ്ടി തോക്കി വീണ്ടുന്നു. അതിനു മുമ്പായിട്ട് എന്തെങ്കിലും അവസാന ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് അയാൾ. ഹുസൈൻ ഈ സമയത്ത് ഉണ്ടെന്ന് പറയുന്നു. ശരി, നീ നിന്റെ അവസാന ആഗ്രഹം പറഞ്ഞോളാൻ ഈ സമയത്ത് ബോസ് പറയുകയാണ്. അപ്പൊ അവൻ പറയുകയാണ്, എനിക്ക് അവസാനമായിട്ട് ബോസിന്റെ ചെവിയിൽ ഒരു കോമഡി പറയണം. ഇത് കേട്ട ബോസ് ശരിയായിക്കോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അത് കേൾക്കാൻ വേണ്ടി അയാൾ അവന്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി വരുവാണ്. ഈ സമയം കോമഡി പറയുന്ന പോലെ അഭിനയിച്ച് അവൻ തന്ത്രത്തിൽ അയാളുടെ കയ്യിലിരിക്കുന്ന ഗണ്ണ് പിടിച്ചു വാങ്ങുന്നു. എന്നിട്ട് ആ ഗണ്ണ് വെച്ച് അയാളെ അയാളുടെ ആൾക്കാരെയും പേടിപ്പിക്കുവാണ്. എന്നിട്ട് അവസാനം അയാളെ ലോക്കാക്കി ഒരു ചെയറിൽ കെട്ടിവെച്ചിട്ട് അയാളുടെ വണ്ടി എടുത്തുകൊണ്ട് അവരോടൊന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടേക്കാ നമ്മളിപ്പോ പോവാന്നൊക്കെ അവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ഇവര് പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം ബോസിന് അറിയാം. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്ന ആപത്താണെന്ന് മനസ്സിലാക്കി അവർ മറ്റൊരു സ്ഥലം ചൂസ് ചെയ്യുവാണ്. അതുവരെ ലാസ്റ്റ് ആയിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയ വർമ്മേന്റെ അടുത്തേക്കായിരുന്നു. മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച നായികന്റെ ഭർത്താവാണ് വർമ്മ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വർമ്മേന്റെ അഡ്രസ് എല്ലാം കണ്ടെത്തി അവർ രണ്ടുപേരും കൂടി ഇപ്പൊ അവിടേക്ക് റീച്ച് ആവുകയാണ്. ഈ സമയം അയാളുടെ വീട്ടിൽ അയാളില്ലായിരുന്നു. അയാളുടെ വൈഫായ നമ്മുടെ നായിക കൃഷ്ണ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ അവളോട് ഞങ്ങൾ നിന്റെ ഭർത്താവായ വർമ്മേന്റെ ഫ്രണ്ട്സ് ആണ്, അയാളൊന്ന് കാണണമെന്ന് പറയുന്നു. അപ്പൊ നായിക അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഭർത്താവ് ഇങ്ങനെ കുറെ നാൾ മുമ്പ് ഒരു ഫയർ ആക്സിഡന്റിൽ മരിച്ചുപോയി എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. ഈ കാര്യം അവരറിയാത്തോണ്ട് തന്നെ അവരിപ്പോ അല്ലാതെ ഷോക്ക് ആവുന്നു. ശരി, ഇന്ന് രാത്രി ഞങ്ങൾ ഇനി എവിടെ പോകാനാ? ഇന്നൊരു ദിവസം ഞങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ ഈ സമയത്ത് അവർ ചോദിക്കുവാണ്. ശരി ആയിക്കോട്ടെ എന്ന് നായികയും പറയുന്നു. അങ്ങനെ ഇപ്പൊ അന്ന് രാത്രി അവിടെ കിടക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അവള് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത ദിവസം രാവിലെ കാണിക്കുന്നു. ഗാലു ഇപ്പൊ എഴുന്നേക്കുന്നത് തന്നെ നായിക വീണ വായിക്കുന്നത് കേട്ടോണ്ടാണ്. അങ്ങനെ ഇപ്പൊ അയാൾ ഒരുപാട് ആകാംക്ഷയോടുകൂടി നേരെ അകത്തേക്ക് കയറി ചെന്ന് അവൾ വീണ വായിച്ച് അങ്ങനെ പാട്ടെല്ലാം പാടുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്നു കുറെ നേരം. ഈ സമയം അവളുടെ സൗന്ദര്യത്തിൽ അയാൾ മയങ്ങുവാണ്. അത് കഴിഞ്ഞ് അയാൾ നേരെ അയാൾക്ക് കൊടുത്ത റൂമിലേക്ക് വരുന്നു. ഇപ്പൊ അയാളുടെ മുടിയും താടിയൊക്കെ കുറച്ച് നരച്ചിട്ടുണ്ട്. അതല്ല ഈ സമയത്ത് അവിടെ ഇരിക്കുന്ന കളർ ഉപയോഗിച്ച് അയാൾ കറുപ്പിക്കുവാണ്. അതിനുശേഷം ബോസിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന അവരുടെ ആ പൈസ ഉണ്ടല്ലോ അത് ആ വീട്ടിലൊരു റൂമില് ആരും കാണാതെ കൊണ്ട് ഒളിപ്പിച്ചു വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് അയാൾ നേരെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയം നായികയാണെങ്കിൽ പുറത്ത് എന്തൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം നല്ല ലുക്കായി താടി മുടിയെല്ലാം കറുപ്പിച്ചിറങ്ങി വരുന്ന അവനാണെങ്കിൽ നായകനെ നൈസ് ആയിട്ടൊന്ന് ട്യൂൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങൾ നേരത്തെ വീണ വായിക്കുന്നതും പാട്ട് പാടുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു, വളരെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവനൊന്ന് പതപ്പിക്കുന്നു. ഈ സമയം നായിക ആണെങ്കിൽ നാണത്തോടു കൂടി താങ്ക് യു ഒക്കെ പറയുവാണ്. ഈ സമയം അയാൾ നായികനോട് അല്ല ഈ ചെറുപ്രായത്തിൽ തന്നെ നിങ്ങളുടെ ഭർത്താവ് മരിച്ചു പോയെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കല്യാണം കഴിച്ചുകൂടെയും ചോദിക്കുന്നു. ഭർത്താവ് മരിച്ച കാര്യം പറയാൻ തുടങ്ങിയതും അവള് പെട്ടെന്നൊന്ന് അപ്സെറ്റ് ആവുന്നു. ഇത് മനസ്സിലാക്കുന്ന അയാളാണെങ്കിൽ പെട്ടെന്ന് ആ ടോപ്പിക്ക് മാറ്റുവാണ്. ഇതേ സമയം തന്നെ വീടിനകത്ത് കിടന്നുറങ്ങുമായിരുന്ന ഹുസൈൻ ഇപ്പൊ എഴുന്നേറ്റ് വന്ന് അവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് കുടിക്കാൻ ഒരു ചായ കിട്ടുമെന്ന് ചോദിക്കുവാണ്. ഇപ്പൊ തരാമെന്ന് നായികയും പറയുന്നു. അടുത്ത സീനിൽ അവൻ അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് നന്ദു എന്ന് പറയുന്ന ഒരു പയ്യൻ വരുന്നു. അങ്ങനെ ഇപ്പൊ ആ പയ്യനോടൊന്ന് സംസാരിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ ആ പയ്യനോട് എടാ ഇവിടെ ഈ റെഡ് ലൈറ്റ് ഏരിയ ഒന്നും ഇല്ലെന്ന് ചോദിക്കുന്നു. കൊണ്ട് ഇന്ന വഴി പോയി ഇന്ന സ്ഥലത്തേക്ക് എത്തിയാൽ മതി എന്നൊക്കെ ഈ സമയത്ത് അവനാണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത സീനില് വീടിനകത്ത് ഇരുന്ന് എന്തൊക്കെയോ ജോലികൾ ചെയ്യുന്ന നായികനെ കാണിക്കുന്നു. ജോലിക്കിടയിൽ അവളെ ഏതൊക്കെയോ പഴയ പാട്ടുകൾ ഇങ്ങനെ മൂളുന്നുണ്ട്. ഇതേ സമയം തന്നെ ഇതെല്ലാം കേട്ടോണ്ട് തൊട്ടടുത്തായിട്ട്
ഗാലു ഇരിപ്പുണ്ട്. അയാൾക്കും ആ പാട്ടിനെ പറ്റിയൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത് ആ സിനിമയിലെ പാട്ടല്ലേ, ഇത് ഇന്നയാള് പാടിയതല്ലേ എന്നൊക്കെ ചോദിച്ച് അയാൾ അവളോട് സംസാരിക്കുകയാണ്. അങ്ങനെ അവളുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അന്ന് ഈവനിങ് കാണിക്കുന്നു. ഇപ്പൊ ഹുസൈൻ ആണെങ്കിൽ നന്ദു പറഞ്ഞെടുത്ത സ്ഥലം ഉണ്ടല്ലോ, അവിടേക്ക് എത്തുവാണ്. എന്നിട്ട് അവിടുന്ന് ഒരു പെണ്ണിനെല്ലാം കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ അവിടേക്ക് അവരുടെ ബോസ് വരുന്നു. ഇവരുടെയുള്ള സ്ഥലം അയാൾ എങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവിടുന്ന് തന്നെ അവനെയും പൊക്കി. എന്നിട്ട് നായികന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള ഗാലുവിനെയും പൊക്കുവാണ്. എന്നിട്ട് അവിടെ ഇട്ട് അവരെ രണ്ടുപേരെ നല്ല രീതിയിൽ പെരുമാറുന്നു. അങ്ങനെ കുറെ തല്ലുകൊണ്ടാവുമാർ അവസാനം ഞങ്ങൾ ചെയ്തതെല്ലാം തെറ്റായി പോയെന്നുമ്പോ മനസ്സിലായി. ഇനി എന്തായാലും ബോസിന്റെ കൺമുമ്പിൽ പോലും വരാതെ ഇവിടെ ഞങ്ങൾ ജീവിച്ചോളാം, പിന്നെ അവിടെ ഞങ്ങൾ എടുത്തുകൊണ്ട് വന്ന പണം തിരികെ തന്നോളാന്നും പറഞ്ഞ് ആ പൈസ എടുത്തു കൊടുക്കാൻ വേണ്ടി അവർ ആ റൂമിൽ ഒളിപ്പിച്ച സ്ഥലം ഉണ്ടല്ലോ അവിടെ പോയി നോക്കുവാണ്. എന്നാൽ ഈ സമയം ആ പെട്ടി അവിടെ കാണുന്നില്ല. ഈശ്വര അതെവിടെ പോയി എന്നൊക്കെ ഈ സമയത്ത് അവരിങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ ബോസ് ഈ കാര്യം അറിയുമ്പോൾ അയാൾ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അയാളുടെ പണം കൊടുക്കാൻ കഴിയാത്തോണ്ട് പുതിയ അടവിറക്കുവാണെന്ന് വിചാരിച്ച് അയാൾ അവരെ രണ്ടുപേരെ നേരത്തെ പോലെ തന്നെ ഒരു കുഴിയിൽ ഇറക്കുന്നു. എന്നിട്ട് തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ ആ ബോസിന്റെ വൈഫ് അയാളുടെ ഫോണിലേക്ക് കോൾ ചെയ്യുവാണ്. ഈ ഗാലു ഈ ബോസും തമ്മിലൊരു ബന്ധമുണ്ട്. ഗാലുവിന്റെ ചേച്ചീനെയാണ് ഈ ബോസ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതായത് ഗാലുവിന്റെ ആളിയനാണ് ഈ ബോസ്. അങ്ങനെ ഇപ്പൊ ഭാര്യ വിളിച്ച് അയാളോട് പറയുന്നത് എന്റെ അനിയന്റെ കയ്യിൽ ഒന്ന് ഫോൺ കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഇപ്പൊ അയാൾ ഫോൺ കൊടുക്കുന്ന സമയത്ത് ഗാലു ആണെങ്കിൽ ചേച്ചിനോട് കെഞ്ചുവാണ്. ചേച്ചി എങ്ങനെയെങ്കിലും ചേച്ചിയുടെ ഭർത്താവിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, ഞങ്ങളെ കൊല്ലണ്ടാന്ന് പറയണം. ഇതെല്ലാം കേൾക്കുന്ന അവര് ശരി നീ അളിയന്റെ അടുത്ത് ഫോൺ കൊടുക്കാൻ പറയുന്നു. അങ്ങനെ ഇപ്പൊ ഗാലു ഫോൺ കൊടുക്കുന്ന സമയത്ത് ബോസിനോട് അയാളുടെ വൈഫ് പറയുവാണ്, നിങ്ങൾ അവനെ കൊന്നിട്ട് എന്താ കാര്യം, നഷ്ടപ്പെട്ട നിങ്ങളുടെ പൈസ കിട്ടാൻ പോകുന്നുണ്ടോ, നിങ്ങൾ അവരെ വേണ്ട രീതിയിൽ ഒന്ന് വരട്ടിയാൽ മതി, നഷ്ടമായ പൈസ അവർ തിരികെ തന്നോളൂ എന്നൊക്കെ ഈ സമയത്ത് അവർ പറയുന്നു. ഇത് കേട്ട ബോസ് ഓക്കെ പറയുവാണ്. അങ്ങനെ ഇപ്പൊ അവര് രണ്ടുപേരെ ഒന്നും ചെയ്യാതെ ആ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവിടുന്നു. എന്നിട്ട് ഒരു മാസം ഞാൻ നിങ്ങൾക്ക് സമയം തരാം, അതിനുള്ളിൽ നിങ്ങൾ എന്റെ അടുത്ത് എടുത്തുകൊണ്ട് പോയാൽ പണം തിരികെ തന്നില്ലെങ്കിൽ ഞാനൊരു വരവും കൂടി ഇവിടേക്ക് വരുമെന്നൊക്കെ പറഞ്ഞ് അയാളൊന്ന് വരട്ടുവാണ്. എന്നിട്ട് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഇതേസമയം നായികന്റെ നേരെ ഹുസൈൻ ചെല്ലുന്നു. എന്നിട്ട് പറയാണ് ഞങ്ങളിവിടെ ഒളിപ്പിച്ചു വെച്ച പണം കാണാതായാല് നിനക്ക് പങ്കുണ്ടെന്ന് എനിക്കറിയാം, ഉറപ്പായി നീ തന്നെയായിരിക്കും അതെടുത്തത്. അപ്പൊ നായിക പറയാണ് അവനോട് എനിക്ക് നിങ്ങളുടെ പൈസയുടെ ആവശ്യമില്ല, വീട്ടിൽ നന്ദു വന്നായിരുന്നല്ലോ, ചിലപ്പോ അവനായിരിക്കും അതെടുത്തത്. ഇത് കേട്ട ഹുസൈൻ ശരി അവന്റെ വീട് എവിടെയാന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് അടുത്ത സീനിൽ അവനെ പിടിക്കാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് എത്തുവാണ്. അങ്ങനെ അവിടെ എത്തി ഒരുപാട് ദേഷ്യത്തോടുകൂടി നന്ദുനെ അയാൾ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന അതേ സമയം തന്നെ ഇതറിഞ്ഞ് അവിടെയുള്ള കുറെ നെക്സലേറ്റ് ഹുസൈനെ വളയുവാണ്. എന്നിട്ട് നീ എന്തിനാ നന്ദുനെ അന്വേഷിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ഈ സമയം ഹുസൈൻ നടന്ന കാര്യം പറയുന്നു. അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, അവൻ ഞങ്ങളുടെ പയ്യനാണ്, ഞങ്ങളൊരാളാണ്, ഇല്ലാത്ത കുറ്റം പറഞ്ഞ് അവനെ ദ്രോഹിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ഇവിടെ വെച്ച് നിന്നെ തീർക്കൂന്നൊക്കെ പറഞ്ഞ് ഈ സമയത്ത് അവന്മാരാണെങ്കിലും ഒന്ന് വരട്ടുവാണ് അയാളെ. ഞാനിനി വഴിക്ക് പോലും വരില്ല എന്നും പറഞ്ഞ് ഹുസൈൻ ഈ സമയത്ത് അവിടുന്ന് തടി തപ്പുന്നു. ഇനി ആ പൈസ കണ്ടുപിടിക്കാതെ അല്ലെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കാതെ അവർക്ക് അവിടുന്ന് പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ പൈസ കണ്ടുപിടിക്കുന്നോളം വരെ അവർ വീണ്ടും അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അടുത്ത സീനിൽ ഹുസൈൻ ഗാലുവിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുവാണ്. അതായത് നന്ദുവിന്റെ അടുത്ത് പോയ സമയത്ത് ഉണ്ടായ കാര്യങ്ങളെല്ലാം. ഇല്ലെങ്കിലും ആ പയ്യൻ അങ്ങനെ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാ കൃഷ്ണ തന്നെയാണ്, പണം അടിച്ചു മാറ്റിയിട്ട് അവൾ ഒന്നും അറിയാത്തവരെ അഭിനയിക്കുന്നതാണ്. ഹുസൈൻ ഇങ്ങനെയെല്ലാം പറയുന്ന സമയത്ത് ഗാലു പറയാണ് ഏതൊക്കെ വെറുതെയാ, നിനക്ക് തോന്നുന്നതാ, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അവളൊരു പാവാണ്. ഇത് കേൾക്കുന്ന ഹുസൈൻ ആകെ ദേഷ്യം വരുന്നു. അവളെ കണ്ടതുപോലെയുള്ള നിന്റെ ഇളക്കമെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതൊന്നും ശരിയാവില്ല എന്നൊക്കെ ഈ സമയത്ത് അയാൾ അങ്ങനെ പറയുന്ന അതേ സമയം തന്നെ ആരും അവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഈ സമയത്ത് വെടികൊള്ളാതിരിക്കാൻ വേണ്ടി അവരാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയി ഒളിക്കുവാണ്. അങ്ങനെ ഒളിച്ചിരിക്കുന്ന ഗാലുവിന്റെ നേരെ ഈ സമയത്ത് ആരോ തോക്കിയുണ്ടെന്നു. അത് ആരാണെന്ന് നോക്കുന്ന സമയത്ത് അയാൾ ഞെട്ടിപ്പോവാണ്. അത് മറ്റാരുമല്ല നമ്മുടെ നായികയായ കൃഷ്ണയാണ്. നിങ്ങളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് ഇപ്പൊ ഞാനും കൂടി പണി വാങ്ങിയിരിക്കുവാണ്. നിങ്ങളുടെ ബോസ് പറഞ്ഞാൽ എത്രയും വേഗം പൈസ അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഇവിടുന്ന് പോവാൻ നോക്ക്, അല്ലെങ്കിൽ അതിന്റെ പേരിൽ എനിക്കും പ്രശ്നം ഉണ്ടാവുന്നൊക്കെ ഈ സമയത്ത് അവൾ പറയുന്നു. ഇങ്ങനെ തോക്കും കാട്ടി വരട്ടി അവൾ ഈ കാര്യം പറഞ്ഞു പോകുന്ന സമയത്ത് അവളെ ചില്ലറക്കാരിയല്ലാന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്ന് ഗാലുവിനോട് ഹുസൈൻ ചോദിക്കുവാണ്. അങ്ങനെ അടുത്ത സീനിൽ അവളെ മനസ്സിലിരിപ്പെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹുസൈൻ അവിടേക്ക് എത്തുവാണ്. എന്നിട്ട് നേരത്തെ ദേഷ്യപ്പെട്ട് സംസാരിച്ചതിനെല്ലാം സോറി ചോദിക്കുന്നു. ഈ സമയം അവളാണെങ്കിൽ വലിയ മൈൻഡ് ഒന്നും കാണിക്കാതെ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കത്തിയിൽ ഹുസൈൻ കൈ വെക്കുന്നു. അങ്ങനെ ഹുസൈന്റെ കൈ ചെറുതായിട്ടൊന്നും മുറിയുന്നുണ്ട്. ഇത് കാണുന്ന അവളാണെങ്കിൽ ഈ സമയത്ത് മുറിഞ്ഞ് അവന്റെ കൈ എടുത്ത് വായി വെക്കുന്നു. തന്നെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അവൾ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഈ സമയത്ത് അവന് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് അയാളാണെങ്കിൽ അതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ നോർമലായിട്ട് ഇരിക്കുന്നു. അങ്ങനെ ആ സീനുകളെ കട്ടായിട്ട് അന്ന് രാത്രി കാണിക്കുന്നു. അന്ന് ഗാലു ഉറങ്ങാൻ കിടക്കുന്നത് ടെറസിലാണ്. ഈ സമയം അവിടേക്ക് അയാൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വരുന്ന നായികയാണെങ്കിൽ കുറച്ചേരം അവിടെ ഇരുന്ന് അയാളോട് സംസാരിക്കുന്നു. എന്നിട്ട് അയാളെ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ അയാളെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുന്നു. അങ്ങനെ ഇപ്പൊ ഇവര് തമ്മിൽ നല്ല അടുപ്പാവുകയാണ്. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അവരങ്ങനെ കൂടുതൽ ക്ലോസ് ആവുന്ന കാര്യങ്ങളെല്ലാം ഒരു സോങ് ആയിട്ട് കാട്ടിത്തരുന്നു. നായിക മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ഗാലും കൂടെ പോകുന്നു. ആ സമയങ്ങളിലെല്ലാം അവളോട് സംസാരിച്ച് കൂടെ നടന്ന് അവളുമായിട്ട് നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ ഏകദേശം സെറ്റ് ആവുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കുറെ കഴിഞ്ഞു പോകുന്നു. ഒരു മാസമാണല്ലോ അവരുടെ ബോസ് അവർക്ക് ടൈം കൊടുത്തത്. ഇതുവരെ ആ പൈസ അറേഞ്ച് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നൊക്കെ അവരിങ്ങനെ ആലോചിക്കുവാണ്. ഈ സമയം നായിക അവർക്കൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. അവളുടെ ഭർത്താവായ വർമ്മ ഇല്ലീഗലായ ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. സോ അങ്ങനെ അയാൾ പലരുടെയും ബിനാമിയായിട്ട് നിന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരുത്തിനെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്ക്, അതുവഴി കുറച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നൊക്കെ അവൾ പറയുന്നു. പിന്നെ അങ്ങനെ കിട്ടുന്ന പൈസയെന്ന് എനിക്ക് നല്ലൊരു തുക തരണം ഈ സമയത്ത് അവൾ പറയുന്നുണ്ട്. അങ്ങനെ ആ ഡീലിന് അവർ ഓക്കെയും പറയുന്നു. പിന്നീട് അങ്ങോട്ട് ഹുസൈനും കാര്യം കൂടി കൂടിയിട്ട് അത്തരത്തിലുള്ള നല്ലൊരു പൈസക്കാരനെ അങ്ങനെ അന്വേഷിക്കുവാണ്. എന്നാൽ ഒന്നും അങ്ങ് ശരിയാവുന്നില്ല. കാരണം അതുപോലുള്ള പണക്കാരുടെ കൂടെ അവരുടെ കുറെ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്നൊന്നും അത്ര ഈസി അല്ല. അങ്ങനെ അടുത്ത സീനിൽ അവർ രണ്ടുപേരും കൂടി കൂടിയിട്ട് നായികനോട് ഈ കാര്യം പറയുവാണ്. ഇതെല്ലാം കേൾക്കുന്ന നായിക പറയാണ് ഈസിയായിട്ട് തട്ടിക്കൊണ്ട് പോകാൻ പറ്റിയ ഒരു വലിയ പണക്കാരനെ എനിക്കറിയാം. അയാളുടെ പേര് കമൽ എന്നാണ്, അയാളുടെ ഭാര്യയുടെ പേര് മഞ്ജു എന്നാണ്. അവരുടെ അടുത്ത് ഇഷ്ടം പോലെ പൈസയുണ്ട്. സോ അയാളെ തട്ടിക്കൊണ്ട് പോയാ അതും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് അയാളുടെ ഭാര്യന്റെ അടുത്ത് പൈസ തട്ടാം. ശരി, എന്നാ പിന്നെ ഇനി ഒന്നും ആലോചിക്കണ്ട,
അയാളെ ഫിക്സ് ചെയ്യാൻ ഈ സമയത്ത് അവരും പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം മുതൽ അവർ 3 പേരും കൂടിയിട്ട് കമൽ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം എപ്പോഴാണ്, അയാൾ എവിടെയൊക്കെ പോകുന്നു, എപ്പോൾ തിരികെ പോകുന്നു, ഇങ്ങനെയുള്ള അയാളുടെ എല്ലാ മൂവ്മെന്റ്സും വാച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു അവസരം കിട്ടുമ്പോൾ അയാളെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി. അങ്ങനെ ഒരു അവസരത്തിനായിട്ട് അവരങ്ങനെ നടക്കുന്ന സമയത്ത് അവരൊരു കാഴ്ച കാണുന്നു. മിക്ക ദിവസവും ഈവനിങ് ആവുന്ന സമയം അയാൾ ഒരു വീട്ടിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ഇപ്പൊ അത് എന്തിനാണെന്ന് കണ്ടെത്താൻ വേണ്ടി ഈ സമയം ഹുസൈനും നായികയും കൂടി അയാളുടെ പുറകെ പോവാണ്. അങ്ങനെ ആ വീടിന്റെ വിൻഡോയിലൂടെ എത്തി നോക്കുന്ന സമയത്ത് അവര് കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ മമത എന്ന് പറയുന്ന പെണ്ണുമായിട്ട് അയാൾക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ആരും അറിയാതെ അങ്ങനെ വന്നതാണ് അയാൾ അവിടേക്ക്. അങ്ങനെ അടുത്ത സീനിൽ അവർ ഗാലുവിന്റെ അടുത്തേക്ക് തിരികെ വരുന്നു. എന്നിട്ട് ഈ കണ്ട കാര്യങ്ങളെല്ലാം പറയുവാണ്. ഓ സൂപ്പർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സാഹചര്യം തന്നെ മുതലാക്കാം. മിക്ക ദിവസവും ആ വീട്ടിലേക്ക് അയാൾ പോകാറുണ്ടല്ലോ. അങ്ങനെ പോകുന്ന സമയത്ത് ആരും അറിയാതെ നമുക്ക് അയാളെ കടത്താമെന്നൊക്കെ ഈ സമയത്ത് ഗാലു പറയുന്നു. അങ്ങനെ അതിനുവേണ്ട സെറ്റപ്പുകളെല്ലാം അവർ ചെയ്യാൻ തുടങ്ങുന്നു. ഇതേ സമയം തന്നെ ഗാലുവിന്റെ മനസ്സിൽ എത്രയും വേഗം ഈ പ്രശ്നങ്ങളെല്ലാം തീർത്ത് നായികനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹങ്ങളെല്ലാം വരാൻ തുടങ്ങുന്നു. അതൊക്കെ ഒരു വിഷ്വലായിട്ട് അയാളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത ദിവസം ഗാലു ഹുസൈനും കൂടി ഒന്ന് പുറത്തു പോവുകയാണ്. ആ സമയത്ത് തന്ത്രപൂർവ്വമായിട്ട് ഗാലുവിനെ ഒഴിവാക്കി ഹുസൈൻ നേരെ നായികന്റെ വീട്ടിലേക്ക് വരുന്നു. ആ സമയം വീട്ടിൽ അവൾ ഒറ്റയ്ക്കാണല്ലോ. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ ഹുസൈൻ ആണെങ്കിൽ അവിടെ വെച്ച് അവളോട് റൊമാൻസ് എല്ലാം ചെയ്യുന്നു. അവളും ഈ സമയത്ത് അതിനോട് താല്പര്യമുള്ള പോലെ അതിനെല്ലാത്തിനും വഴങ്ങി കൊടുക്കുന്നു. ഇതേ സമയം കൂടെ വന്ന ഹുസൈനെ കാണാത്തോണ്ട് തന്നെ ഗാലു നേരെ വീട്ടിലേക്ക് തിരികെ എത്തുവാണ്. ഈ സമയം നായികന്റെ റൂമിൽ നിന്ന് വലിയ ഒച്ചയില് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി അയാൾ നൈസായിട്ട് ജനലിലൂടെ അങ്ങനെ നോക്കുന്ന സമയത്ത് നായികയും ഹുസൈനും കൂടി ഒരുപാട് സന്തോഷത്തോടുകൂടി പാട്ടെല്ലാം വെച്ച് ഡാൻസ് ചെയ്യുന്നത് അയാൾ കാണുവാണ്. ഈ സമയം അവൾ ഇട്ടിരുന്നത് ഹുസൈന്റെ ഷർട്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കാണുന്ന ഗാലുവിന് കാര്യം മനസ്സിലാവുന്നു. അങ്ങനെ ഈ സമയം അയാൾ ഭയങ്കര ഡൗൺ ആവുന്നു. അതെല്ലാം കഴിഞ്ഞ് അയാളാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഭയങ്കര അപ്സെറ്റ് ആയി ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നു. അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് നമ്മുടെ നായികയാണെങ്കിൽ സാധാരണ പോലെ അയാളുടെ അടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ സമയം അയാളാണെങ്കിൽ അധികം സംസാരിക്കുന്നൊന്നുമില്ല. ആ ഒരു മൂഡ് ഓഫിൽ അങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവർ 3 പേരും കൂടി വിചാരിച്ച പോലെ കമലിനെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ഒരു കാറെല്ലാം വാടകയ്ക്ക് എടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹുസൈൻ ഈ സമയത്ത് പോലീസ് വേഷത്തിലാണ്. പോലീസ് ഗെറ്റപ്പിൽ അങ്ങനെ വഴിയിൽ നിന്ന് കമലിനെ വണ്ടി വരുമ്പോൾ കാർ തടയും. മമത എന്ന് പറയുന്ന പെണ്ണിനെ കാണാൻ പോവായതുകൊണ്ട് തന്നെ കൂടെ ആരും ഉണ്ടാവില്ല ആ സമയത്ത് അയാളുടെ. സോ ആ സാഹചര്യം മുതലാക്കി പുറകെ ഇവരും കൂടി എത്തിയിട്ട് അയാളെ കാറിൽ പിടിച്ച് വലിച്ചു കയറ്റി കൊണ്ടുപോവുകയും ചെയ്യും. ഇതാണ് അവരുടെ പ്ലാൻ. അങ്ങനെ ഇപ്പൊ പ്ലാൻ ചെയ്ത പോലെ ഹുസൈനെ ഒരു സ്ഥലത്ത് ഇറക്കി വിടുവാണ്. എന്നിട്ട് കമൽ വരുന്നോടം വരെ ഇവര് കാറുമായിട്ട് കുറച്ച് ദൂരേക്ക് മാറി നിൽക്കുന്നു. അങ്ങനെ കാറിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്തും നായികയാണെങ്കിൽ അയാളോട് കുറെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അയാളാണെങ്കിൽ ഈ സമയത്ത് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നായിക നിങ്ങളെന്താ എന്നോട് മിണ്ടാത്തത്, എന്താ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഈ സമയം അയാൾ നേരത്തെ കണ്ട കാഴ്ചയെല്ലാം തുറന്നു പറയുന്നു. ഇങ്ങനെയൊക്കെ പെരുമാറിയ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡിയുമായിട്ട് നിനക്കൊരു വ്യത്യാസം ഉണ്ടാവില്ല എന്നൊക്കെ ഈ സമയത്ത് അയാൾ ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അയാൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് നായികയ്ക്ക് ആകെ ദേഷ്യം വരുവാണ്. എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾ ആരാ, എന്റെ ഭർത്താവാണോ, പിന്നെ അതൊക്കെ എന്റെ ഇഷ്ടമാണ്, നിങ്ങൾ അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ടെന്നൊക്കെ ഈ സമയത്ത് അവൾ പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം കേൾക്കുന്ന അയാൾക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. ഇതേ സമയം തന്നെ ഇവര് കാത്തു നിന്ന കമലിന്റെ കാർ അവിടെ കൂടി ക്രോസ് ചെയ്തു പോകുന്നു. അങ്ങനെ ഇപ്പൊ ഗാലു പെട്ടെന്ന് തന്നെ കാർ എടുക്കുവാണ്. എന്നിട്ട് അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. വഴിയിൽ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഹുസൈൻ ആണെങ്കിൽ കമലിന്റെ കാർ തടയുന്നു. അപ്പോഴേക്കും ഗാലു നായികയും കൂടി പുറകെ വന്ന് അങ്ങനെ ഒരു 3 പേരും കൂടി നൈസായിട്ട് പ്ലാൻ ചെയ്ത പോലെ കമലിനെ മയക്കി അവരുടെ കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയും ചെയ്യുവാണ്. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ നായികയുമായിട്ട് ഹാപ്പി ആയിട്ടിരുന്ന സമയത്ത് അവർ വെച്ച് ഡാൻസ് എല്ലാം ചെയ്ത ആ പാട്ടുണ്ടല്ലോ, ആ പാട്ടെല്ലാം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹുസൈൻ ആണെങ്കിൽ ഇങ്ങനെ പാടുവാണ്. ഈ പാട്ട് കേൾക്കുന്ന ഗാലുവിനാണെങ്കിൽ ആ സീൻ എല്ലാം ഓർമ്മ വരുന്നു. അങ്ങനെ അയാൾക്ക് ആകെ ദേഷ്യം വരുവാണ്. അങ്ങനെ ദേഷ്യം പിടിച്ച് അയാളൊന്നും മിണ്ടാതിരിക്കാൻ പറയുവാണ്. ഇത് കേൾക്കുന്ന ഹുസൈൻ ആണെങ്കിൽ വലിയ കാര്യമൊന്നും ആക്കാതെ വീണ്ടും വീണ്ടും ആ പാട്ട് പാടുന്നു. അപ്പോഴേക്കും ഗാലുവിന്റെ കൺട്രോൾ പോകുന്നു. അങ്ങനെ ഗാലു അവനെ ഒരുപാട് ചീത്ത വിളിക്കുവാണ്. ഈ സമയം അവനും ആകെ ദേഷ്യം വരുന്നു. അങ്ങനെ അവൻ കാർ നിർത്തുവാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഇപ്പൊ പുറത്തിറങ്ങി വന്നു നിന്ന് ഇതിന്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ പരസ്പരം തല്ലുകൂടുകയും ചെയ്യുവാണ്. ഇതേ സമയം ഗാലു ആണെങ്കിൽ അവന്റെ ഉള്ളിലെ വിഷമങ്ങളെല്ലാം പറയുന്നു. ഇത്ര നാൾ ഞാൻ നിന്നെ ഒരു അനിയനെ പോലെയാണ് കണ്ടത്, എന്നിട്ട് ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ നീ തട്ടിയെടുത്തില്ലേ. ഇതെല്ലാം കേൾക്കുന്ന ഹുസൈൻ നിങ്ങൾ അവളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവൾക്ക് താല്പര്യം എന്നോടായി പോയില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുവാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവർ വീണ്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവരുടെ കാർ പെട്ടെന്ന് അവിടെ നിന്ന് എടുത്തു പോവുകയാണ്. ഇതെന്താ കൃഷ്ണ പെട്ടെന്ന് കാർ എടുത്തു പോയെന്ന് ഈ സമയത്ത് അവരെങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത സീനില് നമ്മുടെ നായിക അവിടെ നിന്ന് കമലിനെ കൊണ്ടുവന്ന് ഇപ്പൊ ഒരു സ്ഥലത്ത് കെട്ടിവെച്ച് ഒരുപാട് തല്ലി അവന് നേരെ തോക്ക് കാട്ടി വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നായിക ചോദിക്കുന്നത് അവളുടെ ഭർത്താവിനെ പറ്റിയാണ്. അയാൾ എവിടെയെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അയാളിലെ കുറെ നാൾ മുമ്പ് ഒരു ഫയർ ആക്സിഡന്റിൽ മരിച്ചുപോയത്. ഇങ്ങനെ കമൽ പറയുന്ന സമയത്ത് നിങ്ങളോടൊന്നും പറയാൻ നിൽക്കണ്ട, അയാളെ കിട്ടാതെ ഞാൻ നിങ്ങളെ വിടില്ല എന്നൊക്കെ ഈ സമയത്ത് കമലിനോട് അവള് പറയുന്നു. അടുത്ത സീനിൽ ഗാലു ഹുസൈനും വീട്ടിലേക്ക് തിരികെ എത്തുവാണ്. ഈ സമയം നായികയാണെങ്കിൽ അവർക്ക് കുറെ പൈസ കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ് നമ്മൾ പ്ലാൻ ചെയ്തല്ലേ കമലിനെ കിഡ്നാപ്പ് ചെയ്തേല് കിട്ടിയ പൈസയാണ് ഇതെന്ന്. എന്നാൽ ഇവള് പറയുന്നതെല്ലാം കള്ളമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നീന്നോട് പറയുവാണ് അന്ന് നീ എടുത്ത് മാറ്റി വെച്ച ഞങ്ങളുടെ ബാഗിലുള്ള പൈസയാണിത്, എന്നിട്ട് അത് തന്നെ തിരികെ തന്ന് ഞങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നു. അവരെ ചോദ്യം കേൾക്കുന്ന സമയത്ത് നായികയ്ക്ക് ദേഷ്യം വരുന്നു. അങ്ങനെ അവൾ പെട്ടെന്നൊരു ഗണ്ണെടുത്ത് അവർക്ക് നേരെ ചൂണ്ടുവാണ്. അപ്പോഴേക്കും ഹുസൈൻ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലിരിക്കുന്ന ഗണ്ണ് പിടിച്ചു വാങ്ങുന്നു. എന്നിട്ട് അവൾക്ക് നേരെ തിരിച്ചു കൊണ്ടുവാണ്. പണത്തിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവനെ തട്ടിക്കൊണ്ടു വന്നത്, എന്തിനാ ഞങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. ഇങ്ങനെ അവർ ചോദിക്കുന്ന സമയത്ത് നായിക സത്യം തുറന്നു പറയുന്നു. ഇയാളും എന്റെ ഭർത്താവും പണ്ട് പാർട്ട്നേഴ്സ് ആയിരുന്നു, എന്റെ ഭർത്താവ് ഇപ്പൊ എവിടെയുള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്തത്. ഇത് കേൾക്കുന്നവരെ രണ്ടുപേരും അപ്പൊ അയാൾ മരിച്ചുപോയെന്ന് നീ പറഞ്ഞതോ, അത് സത്യമല്ലേ എന്ന് ചോദിക്കുന്നു. ഇല്ല, അയാൾ മരിച്ചിട്ടില്ല, അയാൾ ഇപ്പോഴും ജീവനോട് കൂടിയുണ്ട്. ഇത് കേട്ട് അവരാണെങ്കിൽ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി കമലിനോട് ഈ കാര്യം ചോദിക്കുന്നു. അപ്പൊ കമൽ പറയുകയാണ് അയാൾ മരിച്ചിട്ട് കുറെ നാളായി, ഈ പെണ്ണ് ഇവൾക്ക് തോന്നുന്ന പോലെ എന്തൊക്കെയോ പറയുന്നതാണ്, പിന്നെ നിങ്ങൾക്ക് പൈസയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ ഞാൻ തരാം, ദയവ് ഇത് നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്. ഇത് കേൾക്കുന്ന ഹുസൈൻ ഈ സമയത്ത് അവന്റെ ഭാര്യനെ വിളിക്കുവാണ് പൈസ ചോദിക്കാൻ വേണ്ടി.
വേണ്ടി. ഇതേ സമയം അവളാണെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറിലായിരുന്നു. ഈ സമയം അവൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവിടെയുള്ള ലേഡിയോട് ആ ഫോൺ ഒന്ന് എടുക്കാൻ പറയുന്നു. ആ ലേഡി മറ്റാരുമല്ല, അയാളുമായിട്ട് ബന്ധമുള്ള ആ മമതയായിരുന്നു. അങ്ങനെ ഇപ്പൊ അവർ ഫോൺ എടുത്തിട്ട് സ്പീക്കറിൽ ഇടുവാണ്. ഈ സമയം കമല് വൈഫിനോട് അങ്ങനെ സംസാരിക്കുന്നു. എടീനെ 2-3 ആൾക്കാർ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്, അവർക്ക് പൈസയാണ് ആവശ്യം, സോ അവർക്ക് വേണ്ട പൈസ നീ അറേഞ്ച് ചെയ്യണം, അവരൊന്ന് വാങ്ങിക്കോളും. ഇത് കേൾക്കുന്ന അയാളുടെ ഭാര്യ ശരി ഓക്കെ എന്നും പറയുന്നു. അങ്ങനെ ആ പൈസ റെഡി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ അവർ രണ്ടുപേരോട് മറ്റൊരു കാര്യം പ്ലാൻ ചെയ്യുന്നു. നായകൻ ഇവിടെ ഇട്ട് തന്നെ കൊന്ന് കിട്ടിയ പൈസയായിട്ട് ഇവിടുന്ന് പോവാന്ന്. അങ്ങനെ ഇപ്പൊ അവളെ കൊല്ലാൻ വേണ്ടി ഹുസൈൻ ഗണ്ണെടുത്ത് അവൾക്ക് നേരെ ചൂണ്ടുവാണ്. എന്നാൽ അയാൾക്ക് അതിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഗണ്ണാണെങ്കിൽ ഹുസൈൻ ഗാലിയുടെ കൈ കൊടുക്കുന്നു. എന്നിട്ട് നീ ഷൂട്ട് ചെയ്യാൻ പറയുകയാണ്. എന്നാൽ ഗാലിക്ക് അവളെ കൊല്ലാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ ഒന്നും ചെയ്യാതെ അവളെ അവിടെ കെട്ടിവെച്ചതിന് ശേഷം അവരവിടെ നിന്ന് പോവുകയാണ്. എവിടെയൊക്കെ പോകുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കമലിനെ കിഡ്നാപ്പ് ചെയ്താൽ പൈസ വാങ്ങാൻ വേണ്ടി ഫാക്ടറി പോയി വാങ്ങിക്കൊള്ളാനായിരുന്നു കമൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തി അവർ രണ്ടുപേരും കൂടി അയാളുടെ ഭാര്യനെ കണ്ട് പൈസ വാങ്ങി പോകാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ അവിടേക്ക് മരിച്ചുപോയി എന്ന് പറയപ്പെടുന്ന വർമ്മ എത്തുവാണ്. അങ്ങനെ വർമ്മനെ കാണുന്ന സമയത്ത് അവർ രണ്ടുപേരും ഷോക്ക് ആവുന്നു. അപ്പൊ നായിക പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു എന്ന് അവർക്ക് ഈ സമയത്ത് മനസ്സിലാവുകയാണ്. ഈ വർമ്മയും കമലും പാർട്ട്നേഴ്സ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. സോ ഇങ്ങനെ കമലിനെ കുറച്ച് പേര് തട്ടിക്കൊണ്ടുപോയി എന്ന് അറിഞ്ഞപ്പോ തന്നെ അയാളുടെ ഈ കാര്യം വർമ്മനെ വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു അയാളുടെ ഭാര്യ. അങ്ങനെ ഇപ്പൊ അതൊന്ന് ഡീൽ ചെയ്യാൻ വേണ്ടിയാണ് വർമ്മ അയാളുടെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വന്നിരിക്കുന്നത്. ഈ വർമ്മയുമായിട്ട് ഇവർ പണ്ടൊരു ഡീല് നടത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നാൽ അതിന്റെ കാര്യമൊന്നും അയാൾ ഈ സമയത്ത് കാണിക്കുന്നില്ല. എന്റെ പാർട്ട്ണറെ തട്ടിക്കൊണ്ടുപോയി ഇവന്മാരെ രണ്ടുപേരും ഇനി ജീവനോട് കൂടി വെക്കണ്ട, എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നു കളയാനാക്കി ഈ സമയത്ത് അയാളുടെ ആൾക്കാരെ പറഞ്ഞു ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അയാൾ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഇതേസമയം അയാളുടെ ആൾക്കാര് അവരെ രണ്ടുപേരെയും കൊല്ലാൻ വേണ്ടി അവരുടെ കണ്ണെല്ലാം കെട്ടി ഒരു കാട്ടിലേക്ക് കൊണ്ടുവരുവാണ്. എന്നാൽ ഇതേ സമയം എക്സലേറ്റ് ആയ നന്ദു അവിടേക്ക് വരുന്നു. എന്നിട്ട് അവരെ തോക്കാട്ടി വരട്ടി അവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ നായകന്മാരെ രണ്ടുപേരെ സേവ് ചെയ്യുന്നു. എന്നിട്ട് നായകന്റെ കഥയെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുവാണ്. നായകന്റെ ഭർത്താവായ വർമ്മ കമൽ എന്ന് പറയുന്ന പൈസക്കാരന്റെ കൂടി ഇല്ലീഗലായിട്ട് ആയുധം കടത്തിലൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതൊന്നും ഇഷ്ടമല്ലാത്ത നായികയാണെങ്കിൽ ആ പരിപാടിയിൽ ഒഴിവാക്കാനായിട്ട് പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ. മൂവിയുടെ തുടക്കത്തിൽ ഇത് കാണിക്കുന്നുണ്ടായിരുന്നു. സോ നായിക ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾക്കൊരു തലവേനയായിരുന്നു. അതുകൊണ്ട് തന്നെ നായകനെ അങ്ങ് തീർത്ത് കളയാന്ന് അയാൾ വിചാരിക്കുവാണ്. അങ്ങനെ അതിനുവേണ്ടി അന്ന് വീട്ടിലുണ്ടാക്കിയത് അവരുടെ ക്രിയേഷനിലുള്ള ഒരു ബ്ലാസ്റ്റിംഗ് ആയിരുന്നു. അവർ കരുതി കൂട്ടി ചെയ്തായിരുന്നു അത്. ആ ബ്ലാസ്റ്റിംഗിൽ നായകനെ തീർക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ പ്ലാൻ, അതായത് അയാളുടെ ആൾക്കാരുടെയും. എന്നാൽ ഭാഗ്യം കൊണ്ട് നായിക അതിൽ മരിക്കുന്നില്ല. കുറെ പരിക്കുകളുമായിട്ട് അവൾ രക്ഷപ്പെടുവാണ്. അങ്ങനെ അവൾ ജീവനോടുകൂടി തിരികെ വന്നാലും അവൾ ഭർത്താവിനെ അന്വേഷിക്കാതിരിക്കാൻ വേണ്ടിയാണ് അയാൾ മരിച്ചുപോയി എന്നുള്ളൊരു കാര്യം അവർ ചെയ്യുന്നത്. അതായത് ആ ബ്ലാസ്റ്റിൽ നശിച്ചു പോയി എന്നും പറഞ്ഞുകൊണ്ട് അവരൊരു വേറെ ബോഡി എല്ലാം കൊണ്ടേ കാണിക്കുവാണ് അവളെ. എന്നാൽ അതിനെല്ലാം ശേഷം അയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം നായിക മനസ്സിലാക്കുന്നു. കാരണം ഗ്യാസ് കുറ്റി പൊട്ടി തെറിച്ചൊരു അപകടമായിരുന്നില്ല അവിടെ ഉണ്ടായത്. എന്നാൽ മൂവിയുടെ തുടക്കത്തിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു നായിക അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയ സമയത്ത് അവിടുത്തെ ഗ്യാസ് കുറ്റിയിൽ ഗ്യാസ് തീർന്നിരിക്കുമായിരുന്നു എന്ന്. സോ അങ്ങനെ ഗ്യാസ് ഇല്ലാത്തൊരു ഗ്യാസ് കുറ്റി പൊട്ടി തെറിക്കില്ലല്ലോ. സോ ആ ഒരു കാര്യം ഓർമ്മയുള്ളതുകൊണ്ട് തന്നെയാണ് നായിക എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ കാരണം. അങ്ങനെ അയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ നായിക തന്നെ കൊല്ലാൻ ശ്രമിച്ച അയാളെ ഇല്ലാതാക്കണമെന്ന് പ്ലാൻ ചെയ്യുവാണ്. അതിനുവേണ്ടിയാണ് നായിക ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടിയെന്ന് ഈ സമയത്ത് നന്ദു അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന രണ്ട് നായകന്മാരും അപ്പൊ നായിക ചെയ്യുന്നതിൽ ന്യായമുണ്ട്, അപ്പൊ അവളുടെ കൂടെ നിൽക്കാന്നൊക്കെ വിചാരിക്കുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് കിട്ടുന്ന ഒരു വണ്ടി എടുത്ത് നേരെ നായകന്റെ വീട്ടിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. ഇതേസമയം നായിക കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് അറിഞ്ഞിട്ട് വർമ്മയാണെങ്കിൽ ഇപ്പൊ അവിടേക്ക് അവളെ കാണാൻ വേണ്ടി എത്തുവാണ്. അങ്ങനെ ഇപ്പൊ അവളുടെ അടുത്ത് എത്തി അയാള് ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ നായിക ഗ്യാസിന്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. അന്ന് നിങ്ങൾ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത സംഭവം ഇനി ഞാൻ റിയൽ ആയിട്ട് നടത്താൻ പോവാണെന്ന് ഈ സമയത്ത് നായിക പറയുന്നു. ഇപ്പോഴാണ് അയാൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ നായികയാണെങ്കിൽ ഗ്യാസ് ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അവളുടെ കയ്യിലാണെങ്കിൽ ഒരു ലൈറ്റർ എടുത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ അയാളെ കൊല്ലാൻ വേണ്ടി ആ ലൈറ്റർ കത്തിക്കാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ അയാൾ ചാടി കയറി അവളുടെ കൈ പിടിക്കുന്നു. എന്നിട്ട് നായികനെ അവിടേക്ക് തള്ളിയിടുന്നു. ഈ സമയം നിലത്ത് വീണ് നമ്മുടെ നായികയുടെ തലയെല്ലാം പൊട്ടുന്നുണ്ട്. എന്നിട്ട് അയാൾ അകത്തൊരു റൂമിലേക്ക് കയറിയിട്ട് ഡോർ അടയ്ക്കുന്നു. ഇതേസമയം ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് നമ്മുടെ നായകന്മാരെത്തുവാണ്. അങ്ങനെ ഇനി നീ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, ആ നമുക്ക് പോവാന്നും പറഞ്ഞുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് അവർ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നു. ഇതേസമയം തന്നെ അവളുടെ വീടിന് അപ്പുറത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുത്തശ്ശി ഒരു തീപ്പന്തമായിട്ട് അവിടേക്ക് വരുവാണ്. നായകന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഈ മുത്തശ്ശിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഈ സമയത്ത് പറയാണ് മോളെ നിന്റെ ഭർത്താവാകത്തില്ലേ, ഇനിയെങ്കിലും നീ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം നീ ചെയ്യാൻ പറഞ്ഞ് ആ തീപ്പന്തം ഇപ്പൊ അവളുടെ കൈ കൊടുക്കുന്നു. ഈ സമയം നമ്മുടെ നായിക മറ്റൊന്നും ആലോചിക്കാതെ അവിടെ കിടക്കുന്ന ആ കച്ചിയിൽ തീ കൊളുത്തുവാണ്. അങ്ങനെ അത് കത്തി പിടിച്ചകത്തേക്ക് കയറുന്നു. അകത്ത് നായിക ഗ്യാസ് ഓണാക്കി വെച്ചിരിക്കുവായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ ആ ഗ്യാസ് പൊട്ടിത്തെറിക്കുവാണ്. അങ്ങനെ അകത്തുണ്ടായിരുന്ന അവളുടെ ഭർത്താവ് മരിക്കുന്നു. അങ്ങനെ അയാളെ കൊന്ന സമാധാനത്തിന്റെ പുറത്ത് നമ്മുടെ നായിക ഇപ്പം നായകന്മാരുടെ കൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. ഇതേസമയം അവരങ്ങനെ നടന്നു പോകുന്നത് കുറച്ച് ദൂരെ നിന്നുകൊണ്ട് അവരുടെ ബോസ് ആണെങ്കിൽ അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അയാളാണെങ്കിൽ ഗണ്ണെടുത്ത് അവർക്ക് നേരെ ഫോക്കസ് ചെയ്യുന്നു. കാരണം അവരെ അയാളുടെ പൈസ കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. അങ്ങനെ അയാൾ അവരെ 3 പേര് അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന അതേ സമയം തന്നെ അയാളുടെ വൈഫ് അയാളെ കോൾ ചെയ്യുന്നു. ഈ സമയം അയാള് അവര് 3 പേരും ഇപ്പൊ എന്റെ തോക്കിന്റെ മുനയിലുണ്ട്, കൊല്ലണമെന്ന് ചോദിക്കുവാണ്. ഇങ്ങനെ ഒരു എൻഡിങ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഈ മൂവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഇനി ഇതുപോലുള്ള പുതിയ മൂവീസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.